സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 18/2020 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. സജി ചെറിയാനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത്? താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നത് ഏതാണ്? തോൽകാപ്യമാണ്. തോൽകാപ്യം. ഓപ്ഷൻ സി, തോൽകാപ്യം. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തോൽകാപ്യമാണ് സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത്. അടുത്ത ചോദ്യം, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? മിസോറമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ് 1916. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ. അരയ സമാജ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജ സ്ഥാപകൻ. തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. തിരുക്കൊച്ചി ഏതൊക്കെ ചേർന്നിട്ടാണ്? തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നിട്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. താഴെ പറയുന്നതിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? KB മേനോൻ ആണ്. KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോട് ജില്ലയിൽ. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? KB മേനോനാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകം അല്ലാത്തത് ഹീലിയമാണ്. ഹീലിയമാണ് ഹരിതഗൃഹവാതകം അല്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ എന്നിവയെല്ലാം ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി നദിയാണ്. ഗോദാവരി. ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിലാണ് ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണ്? ഭൂവൽക്കം.
ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ലോക കേരള സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരമാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം മലേഷ്യയാണ്. മലേഷ്യയിലാണ് നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നിപ്പ വൈറസ് രോഗമാണ്. ബാലഗംഗാധര തിലകനെ കുറിച്ച്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണ്? വാലന്റീൻ ഷിറോൾ ആണ്. വാലന്റീൻ ഷിറോൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡ്. കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം. കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് V2. കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ ഏതാണ്? രാജ്യസഭയാണ് ഉപരിസഭ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ ആണ്. ജൂലൈയിലാണ് ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത്. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളാണ്. പന്മന ആശ്രമം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? ഉത്തരായന രേഖ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. 8. ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29 ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഗവർണർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ കുൻവർ സിംഗ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? 66A ആണ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പാണ് 66A. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പാലസ്തീൻ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് വുഡാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ശ്രീ എസ് സോമനാഥാണ്. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2017 നേടിയത് കെ സച്ചിദാനന്ദനാണ്. 2023 ആർക്കാണ്? SK വസന്തൻ. 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 2017 G20 ഉച്ചകോടിക്ക് വേദിയായത് ജർമ്മനിയാണ്. 2023 ആരാണ്? ഇന്ത്യയിലാണ് G20 ഉച്ചകോടി നടന്നത്.